എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഡ്യൂറന്റ് കപ്പിന് മുന്നോടിയായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ പോരാട്ടങ്ങൾ അങ്ങ് തായ്ലാൻഡിൽ നടക്കാൻ പോവുകയാണ്. ബ്ലാസ്റ്റേഴ്സ് ടീമും ഒഫീഷ്യൽസും മാനേജ്മെൻറ്റും എല്ലാം തായ്ലാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ സ്ക്വാഡ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2024 തായ്ലാൻഡ് പ്രീ സീസൺ പോരാട്ടങ്ങൾക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡാണ് ഇപ്പോൾ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിട്ടുള്ളത്. സ്ക്വാഡ് നമുക്കൊന്ന് പരിശോധിക്കാം. പുതുതായി ടീമിലേക്ക് എത്തിയ ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കൻ സ്ട്രൈക്കറായിട്ടുള്ള നോഹ സദയ അടക്കമുള്ള താരങ്ങൾ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഗോൾ കീപ്പേഴ്സായി മുഹമ്മദ് അർബാസ്, നോറ ഫെർണാണ്ടസ്, സോം കുമാർ എന്നിവരെയാണ് പ്രീ സീസൺ സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മലയാളി താരം സച്ചിൻ സുരേഷ് പ്രീ സീസൺ സ്ക്വാഡിൽ ഗോൾ കീപ്പർ പൊസിഷനിൽ ഇല്ല. ഡിഫൻസിലേക്ക് വരുവാണെങ്കിൽ മിലോസ് ഡ്രിൻസിച്ച് ഉണ്ട്, സന്ദീപ് സിംഗ്, ഹോർമി പാംറിവ, പ്രീതം കോട്ടാൽ, പ്രബീർ ദാസ്, ഐബാൻ ഡോഗ്ലിംഗ് ഉണ്ട്, മലയാളി താരം മുഹമ്മദ് ഷഹീഫ് ഉണ്ട്, നവാച്ച സിംഗ് എന്നിവരാണ് ഡിഫൻഡേഴ്സായി വന്നിട്ടുള്ളത്. മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വരുവാണെങ്കിൽ മുഹമ്മദ് അസ്സാർ, മുഹമ്മദ് അയ്മ ഇരട്ട സഹോദരങ്ങളുണ്ട്, ജിക്സൺ സിംഗ്, ഡാനിഷ് ഫാറൂഖ്, ഫ്രെഡി ലാലമാവ, വിപിൻ മോഹനൻ, യൊഹൻബ മീത്തെ എന്നിവരാണ് മിഡ്ഫീൽഡേഴ്സായി സ്ക്വാഡിൽ ഇടം നേടിയിട്ടുള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ അടിച്ചു കൂട്ടാൻ നിയോഗിക്കപ്പെടുന്ന കുന്തമുനകളിലേക്ക്, അതായത് ഫോർവേഡ്സിലേക്ക് വരുവാണെങ്കിൽ നായകൻ എഡ്രിയാൻ ലൂണയുണ്ട്. നമുക്കറിയാം മൊറോക്കൻ പടക്കുതിര കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് ആട്ടോ നോഹ സദോയുണ്ട്, ജോഷുവ സ്റ്റുഡിയോ, ക്വാമി പെപ്ര, മലയാളി താരം രാഹുൽ കെ പി, ബ്രൈസ് ബ്രാണ്ട, ഇഷാൻ പണ്ഡിത, ലാൽത്തൻ മാവിയർ ആൾട്ടെ, മലയാളി താരം ശ്രീകുട്ടൻ എംഎസ്, മുഹമ്മദ് അഫ്സൽ, ബിഗാർ സിംഗ്, സൗരവ് മണ്ഡൽ എന്നിവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡ്, അതായത് ഡ്യൂറന്റ് കപ്പിന് മുന്നോടി നടക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ പോരാട്ടങ്ങൾക്കുള്ള സ്ക്വാഡാണ്. ശരിക്കും ഈ ഒരു സ്ക്വാഡ് വെച്ച് നമുക്കറിയാം വരുന്ന ISLൊക്കെ കപ്പ് ലക്ഷ്യപ്പെട്ടിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച 11 തന്നെ മൈക്കൽ സ്റ്റാറയുടെ കീഴിൽ ഇറക്കാൻ സാധിക്കും. അതിനെല്ലാം അപ്ഡേറ്റ്സ് ലേറ്റസ്റ്റ് എത്രയും എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.